ഹലോ, ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ അത്. നമ്മൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഡ്രിങ്ക്. അതുപോലെ പാലൊന്നും വേണ്ട കേട്ടോ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽപ്പൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ പാൽപ്പൊടിയൊക്കെ എപ്പോഴും നല്ല ചൂടുള്ള വെള്ളത്തിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ, എന്നാൽ ഇത് നല്ല പോലെ മിക്സായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിന് പകരം കുറച്ചും കൂടി പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഡ്രിങ്കിലേക്ക് ചേർക്കുന്നത് പിസ്ത മിൽക്ക് മിക്സ് ആണ് കേട്ടോ. ഞാനിപ്പോൾ 4 ഡ്രോപ്സാണ് ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു പിസ്ത ഫ്ലേവറിലുള്ള ഡ്രിങ്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പോൾ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രം ഡ്രിങ്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ കസ്കസാണ് കുതിർത്തത്. അപ്പോൾ അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കസ്കസ് കുതിർത്തത് വീതം 2 ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പോംഗ്രനേറ്റിൻ്റെ സീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണ് ഉള്ളത് വെച്ചാൽ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് വരെയുള്ള വീഡിയോസിലൊക്കെ കമൻ്റ് ഇടുന്ന ഒരാളെ കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്യും. ആ ആൾക്കാണ് കേട്ടോ ഓവൻ സമ്മാനമായിട്ട് നൽകുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കണം കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. സ്ട്രോബെറി ഫ്ലേവർ ആണോ അതോ പിസ്ത ഫ്ലേവർ ആണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് സ്പാമിൽ പോവും. അപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്